നമസ്കാരം, എൻ്റെ പേര് അഹിൻ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു സീരീസിലൂടെ നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഫ്രീ ആയിട്ട് ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കാം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് അതിൽ നിന്ന് എങ്ങനെ ഒരു റവന്യൂ കണ്ടെത്താം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഈ ഒരു സീരീസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ആ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു സീരീസിലൂടെ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അതായത് സോളാറിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സോളാർ ഏത് മേഖലയ്ക്കാണ് അല്ലെങ്കിൽ എന്തിന് പകരമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ലാഭകരം, അതുപോലെ ലോഡ് കാൽക്കുലേഷൻ, കേബിൾ സൈസിങ്, അതുപോലെ ടൈപ്പ് ഓഫ് പാനൽ, ഇതെല്ലാം നമ്മൾ ഈ ഒരു സീരീസിലൂടെ കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് മൊത്തം നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വളരെ ഡെഡിക്കേഷനോട് കൂടി ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഡെഡിക്കേഷനോട് കൂടി എന്ന് പറയാനുള്ള കാരണം, സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കുന്നു, അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, അത് നമ്മുടെ ഒരു ആവശ്യമാണ്. എന്നാൽ ആ ഒരു വീട്ടിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോളാർ പ്ലാന്റ് അതുപോലെയല്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു ബിസിനസ് ആണ്. അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളൊരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വേണം അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. കാരണം നമ്മളൊരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളൊരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സോളാറിനെ സംബന്ധിച്ചിട്ട്. സോളാറിന്റെ നെഗറ്റീവ് വശങ്ങൾ, സോളാറിന്റെ നെഗറ്റീവ് അല്ല, ആക്ച്വലി സോളാറിനെ കുറിച്ച് മറ്റുള്ളവർ ധരിച്ചിരിക്കുന്ന കുറച്ച് നെഗറ്റീവ് വശങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ സൊല്യൂഷൻസ് കാണുമ്പോഴാണ് നമുക്ക് വളരെ ഡെഡിക്കേഷനോട് കൂടി ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കൊരു സോളാർ പ്ലാന്റ് വളരെ ഡെഡിക്കേഷനോട് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുക മാത്രമല്ല, ഇത് മറ്റുള്ളവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് അതിൽ നിന്നും കൃത്യമായിട്ടൊരു റവന്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിട്ട് സംബന്ധിച്ച് ഒരു കസ്റ്റമറുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ആ കസ്റ്റമർ ഇത്തരം കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. അവരുടെ ഡൗട്ടിൽ ഇത് കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ടുകളാണ്. ഈ ഡൗട്ടുകൾ നമ്മുടെ അടുത്ത് എന്തായാലും ആ കസ്റ്റമർ ചോദിക്കും. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഓർഡർ നമുക്ക് പ്ലേസ് ആകത്തുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സോളാർ പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യങ്ങളൊന്നുമല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് അത്യാവശ്യം സ്മാർട്ടായിട്ടുള്ള ഒരു സ്ത്രീക്ക് വരെ ഇൻസ്റ്റാളേഷൻ ചെയ്യാനും അതിൽ നിന്നും കൃത്യമായിട്ടുള്ള റവന്യൂ കണ്ടെത്താനും കഴിയും. ഈ ഒരു കോഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 5 കിലോ വാട്ട് വരെയുള്ള സോളാർ പ്ലാന്റ് കൃത്യമായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിക്കാൻ കഴിയും. എന്താണ് 5 കിലോ വാട്ട് എന്ന് പറയാനുള്ള കാരണം, 5 കിലോ വാട്ടിന് മേലോട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെയൊക്കെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. അത് മിനിമം ഒരു 3 കിലോ വാട്ട് 4 കിലോ വാട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് അതിന്റെ മേളിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയൂ. ഇങ്ങനെ പറയാനുള്ള കാരണം, സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസ് ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഒരു ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് മേളിലോട്ട് വരാവുന്നതാണ്. പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നൊക്കെ നമുക്കിത് നോക്കാം. ഫ്രീ ആയിട്ട് തന്നെയാണ് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു സോളാർ പ്ലാന്റിനെ കുറിച്ച് മറ്റുള്ളവർ ധരിച്ചു വെച്ചിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണ്ടേ. അതിൽ ഒന്നെന്ന് പറയുന്നത്, സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വലിയൊരു എമൗണ്ടിന്റെ ആവശ്യമുണ്ട് എന്നതാണ് ആദ്യത്തെ ഒരു നെഗറ്റീവ് കമന്റ് എല്ലാവരും പറയുന്നത്. രണ്ടാമതൊരു കമന്റ് പറയുന്നത് ഇതിന്റെ ബാറ്ററിയെ കുറിച്ചാണ്. ബാറ്ററി ആദ്യം വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, പിന്നെ ഇത്ര വർഷം കഴിയപ്പം, ഒരു 4 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ കഴിയപ്പം വീണ്ടും അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാറ്ററിയിലേക്കും ചെയ്യണം. അപ്പൊ അതൊരു നെഗറ്റീവ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ മൂന്നാമതൊരു നെഗറ്റീവ് വശം പറയുന്നത് ഇതിന് മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ് എന്നാണ്. അതുപോലെ തന്നെ നാലാമതൊരു കാര്യം പറയുന്നത്, മഴക്കാലത്ത് സോളാറിൽ നിന്നും ഔട്ട്പുട്ട് കിട്ടില്ല, അല്ലെങ്കിൽ സോളാറിൽ നിന്നും വൈദ്യുതി കിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് സോളാറിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടുകൾ. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതും അതിന് വേണ്ട സൊല്യൂഷൻസ് കാണേണ്ടതുമുണ്ട്. അത് നമുക്ക് തുടർന്ന് വരുന്ന വീഡിയോസിൽ കാണാം. അതുകൊണ്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക.